ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ദോശ വെച്ചിട്ട് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ നേടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു. 3 എഗ്ഗാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു, രണ്ടാമത്തതും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ മൂന്നാമത്തതും പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അതും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ചെറുതാക്കി അരിഞ്ഞ സവോളയാണ്. നമ്മൾ ആംപ്ലേറ്റിനൊക്കെ അരിയില്ലേ അതേപോലെ അരിഞ്ഞ സവോള കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് തക്കാളിയാണ്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒന്നെടുക്കുക, വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കുക. ഇനി 2 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കത്തിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയണം കേട്ടോ. കുനുകുനാ അരിയണം. ഇതേപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നുള്ളുപ്പ്, അതിനാവശ്യം നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇത് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സാക്കുക, അല്ലെങ്കിൽ ആദ്യം എഗ്ഗ് ഇട്ടതിന് ശേഷം എഗ്ഗ് ഇങ്ങനെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് മിക്സാക്കിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫോർക്ക് വെച്ചിട്ടാകുമ്പം പെട്ടെന്ന് തന്നെ നമുക്കത് ആയി കിട്ടും കേട്ടോ. നല്ല മസാലയും എഗ്ഗും കൂടിയൊക്കെ ഒന്ന് സെറ്റാവും. അത് ഞാൻ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ സാധാ ദോശ ചൂടാൻ വേണ്ടി ഒഴിക്കില്ല, അതേപോലെ മാവ് ഒഴിച്ചിട്ട് നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ മാവ് ഒഴിച്ചതിന് ശേഷം പരത്തി കൊടുക്കുന്നുണ്ട്. സാധാ നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ഒഴിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഹാഫ് വേവ് ആവുന്ന സമയത്ത് ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ എഗ്ഗ് കൊണ്ട് നമുക്ക് ഒരു 3-4 ദോശയൊക്കെ ചുടാനുണ്ടാവും. ഇതാ ഇപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളത് കഴിക്കുന്ന നേരത്തെ അപ്പം ആക്കി വെക്കുക കേട്ടോ. ചൂടോടെ കഴിക്കണം, അപ്പോഴേ രസം. അപ്പോൾ അതാ ഫുള്ള് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കതൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ അതെല്ലായിടത്തേക്ക് ആവും. അത് മെല്ലെ മെല്ലെ അതങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. അതാണ് എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു 2-3 മിനിറ്റ് അടച്ചു വെക്കണം അത്. അപ്പം നമ്മൾ ആദ്യം ഫ്ലെയിം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ലെയിം മീഡിയത്തിൽ ആക്കിയിട്ട് വേണ്ട പിന്നെ വെക്കാൻ, അല്ലെങ്കിൽ അത് ദോശയുടെ അടിഭാഗം കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ വെക്കുമ്പോഴൊക്കെ ദോശ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മളത് മീഡിയത്തിലാക്കണം കേട്ടോ ഫ്ലെയിം. അതിന് ശേഷം മൂടി തുറന്നതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്താ പറയുക, ഉണക്കമുളകിൻ്റെ പൊടിയില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ഗീ വേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഗീ ഒഴിച്ച് കൊടുത്താൽ മതി. ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി ഞാനൊരു 2 മിനിറ്റ് ഒന്നും അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഒന്നും അടച്ചു വെക്കുക. പിന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അല്ലാതെ അങ്ങനെ കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട, 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. മീഡിയത്തിലാണ് ഇപ്പോഴും ഫ്ലെയിം കിടക്കുന്നത് കേട്ടോ, കൂട്ടിയിട്ടല്ല വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നതാ. ഇപ്പോൾ ദോശ നമ്മൾ സാധാ ദോശ എടുക്കില്ല പാനിൽ, അതേപോലെ തന്നെ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. ഗീ ഒഴിക്കുമ്പോൾ വേറൊരു രസമാണ്. ഗീ വേണ്ടവർക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അല്ലാത്തവർക്ക് ഗീ യൂസ് ചെയ്യാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അത് പാനിൽ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ എഗ്ഗ് മസാല ദോശ ഇവിടെ റെഡി ഉണ്ട് കേട്ടോ. അത് ഞാൻ്റെ പേരാണ്. ഇത് വെച്ച് നമുക്ക് കറി ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറിന് വേണമെങ്കിലൊക്കെ കഴിക്കാം. അപ്പോൾ ഒരു കറി ഉണ്ടാക്കണ പകരം ജസ്റ്റ് എഗ്ഗും നമ്മൾ ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ഇത് അങ്ങനെ കഴിച്ച് കറി വേണ്ട. കറിയുടെ പകരം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ പിസ്സ കഴിക്കണ പോലെ കണ്ടാൽ കുറച്ച് ചീസ് ഇട്ടില്ല എന്നുള്ളൂ, അല്ലാതെ തന്നെ അതിൻ്റെ ബാക്കൊന്നും കരിഞ്ഞിട്ടില്ല. മീഡിയത്തിൽ ഇട്ടതുകൊണ്ട് കൂട്ടി വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അടിഭാഗമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിയുടെ പകരം നമുക്ക് കറി പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം. ബുദ്ധിമുട്ടുള്ള എഗ്ഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കാണെങ്കിലും അവരും കഴിച്ചോളും. നല്ല മുരുമുരായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ രസമാണ്. അപ്പോൾ ദോശയ്ക്ക് ഇനി കറി ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ബാക്കൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയത്തിൽ ഇടാൻ പറയണത് കേട്ടോ. അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് അതേപോലെ ദോശമാവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഹെൽത്തി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും. കഴിക്കാനും ടേസ്റ്റാണ്. ഇതുണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ അതിന് ടേസ്റ്റ് അറിയാം കേട്ടോ. അപ്പോൾ ആരെയും ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.